ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കുറച്ച് ചീര സീഡിംഗ് ബോട്ടിൽ സീഡിട്ട് മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് നന്നായിട്ട് വളരാനായിട്ട് മാറ്റി നടേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ ചീര മാറ്റി നടാനായിട്ട് ഞാൻ കുറച്ച് പോട്ടിംഗ് മിക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പോട്ടിംഗ് ഓൺ കമ്പോസ്റ്റ്, അതായത് കുറച്ച് തരിമണലോട് കൂടിയ കമ്പോസ്റ്റാണ്. പിന്നെ ഫാം യാർഡ് മാനുവർ ചാണകപ്പൊടിയാണത്. പിന്നെ മൾട്ടിപർപ്പസ് കമ്പോസ്റ്റ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഗാർഡൻ സെൻറ്ററുകളിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ചീര നട്ടു കൊടുക്കുന്നതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു പോട്ട് എടുക്കാം. ഞാൻ ഇതുപോലെയുള്ളൊരു പോട്ടാണ് ഇട്ടെടുത്തിരിക്കുന്നത്. ഇതൊരു ഐസ്ക്രീം പോട്ടാണ്. അത്യാവശ്യം ആഴവും വീതിയും ഉള്ളൊരു പോട്ട് എടുക്കണം നമ്മൾ ചീര നട്ടു കൊടുക്കാനായിട്ട്. നമ്മൾ ഏത് പോട്ട് എടുത്തെന്നാലും അതിന് നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലേ ചീരയിൽ വെള്ളം കെട്ടി നിന്ന് വേര് ചീഞ്ഞ് പോകാതിരിക്കുകയുള്ളൂ. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അങ്ങനെയാണ് ചീര വളർത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പോട്ടിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുക. ഇതാണ് ഞാനിവിടെ മുളപ്പിച്ച് നിർത്തിയിട്ടുള്ള ചീര. സീഡിംഗ് പോട്ടിൽ നിന്ന് നമുക്ക് ചീരയുടെ തണ്ടേ പിടിച്ചിട്ട് ഇതുപോലെ പതുക്കെ ഇങ്ങനെ പൊക്കിയെടുക്കാവുന്നതാണ് ഈസി ആയിട്ട്. ഏത് കണ്ടോ, ഇതിലൊരു 3-4 എണ്ണം അടുപ്പിച്ചാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ചീര വളരുകയില്ല. നമുക്ക് നന്നായിട്ട് ചീര വളർത്തിയെടുക്കണമെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി നട്ടുന്നാലേ നമുക്ക് നല്ല രീതിയിൽ ചീര കിട്ടുള്ളൂ. അങ്ങനെ മാറ്റി നടുകയാണെങ്കിൽ നന്നായിട്ട് വളർന്നു കിട്ടും കേട്ടോ. ഞാൻ ഒരെണ്ണം കൂടി എടുത്ത് കാണിക്കാം. ഇതുപോലെ തണ്ടേ പിടിച്ചിട്ട് പതുക്കെ ഇങ്ങോട്ട് പൊക്കി എടുത്താൽ മതി. വേരൊക്കെ നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നുള്ളൂ. ഇതുപോലെ നിൽക്കും. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്ന ചീരത്തൈകളാണ് കേട്ടോ ഇത്. ഇനി ചീരത്തൈകൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ആക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. ഒരു തൈയെ പിടിച്ചിട്ട് ഇതുപോലെ പതുക്കെ ഇങ്ങനെ വേര് ഒത്തിരി അങ്ങ് പൊട്ടിപ്പോകാതെ ഇളക്കി എടുക്കണം. നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ കുറച്ചൊന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി വേര് പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു തയ്യ ഏറ്റവും ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു തയ്യ അത്യാവശ്യം നന്നായിട്ട് വേരൊന്നും പോകാതെ തന്നെ കിട്ടും. ഇങ്ങനെ കൂടെ കാണുന്ന ചെറിയ തൈകൾ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നടാവുന്ന കേട്ടോ. പക്ഷേ കൂടുതലും നമ്മൾ ഇത്രയും ചീര വളർന്നതിന് ശേഷമാണ് കേട്ടോ മാറ്റി നടേണ്ടത്. തണ്ടിനും ഇലയ്ക്കെല്ലാം അത്യാവശ്യം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലത്തെ തണ്ടിനൊക്കെ അത്യാവശ്യം കട്ടിയൊക്കെ വെച്ചിട്ട് ഇലയൊക്കെ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ മാറ്റി നടേണ്ടത്. അല്ലെങ്കിൽ ചീരയൊന്നും പിടിച്ച് കിട്ടിയല്ല. ഇത്രയൊക്കെ ഒന്നായിട്ട് മാറ്റി നടുമ്പോഴാണ് ചീര പിടിച്ച് കിട്ടാറുള്ളൂ കേട്ടോ. നമ്മൾ നാട്ടിൽ നടുന്ന രീതിക്കല്ല കേട്ടോ ഇവിടെ ഇപ്പം തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ നടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇനി നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ചീരനെ നമ്മൾ മണ്ണ് നിറച്ചെടുത്ത് വെച്ചിട്ടുള്ള പോട്ടിലേക്ക് നട്ടു കൊടുക്കാം. ഇതുപോലെ കൈകൊണ്ട് ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്തേക്ക് പതുക്കെ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പോട്ടിൽ 2 ചീരയാണ് നടുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പോട്ടിൽ ഒരു ചീര നട്ടുന്നാൽ അത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. ഞാനിവിടെ 2 ചീരയാണ് നടുന്നത്. സ്ഥലപരിമിതികളൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ നടുന്നത്. അതെല്ലാം ഒരു ചീരയാണ് നടുന്നതെങ്കിൽ ആ ചീര തന്നെ കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരും. അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് ഒരു ചെറിയ പോട്ടാണ്. ഇതിലും കുറച്ചും കൂടെ ചെറിയ പോട്ടായതുകൊണ്ട് അതിലൊരെണ്ണമാണ് നട്ടു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി. എപ്പോഴും സ്കോട്ട്ലൻഡിലും തണുപ്പുള്ള രാജ്യങ്ങളിലും, ഞാനിപ്പോൾ സ്കോട്ട്ലൻഡിലാണ് കേട്ടോ ഉള്ളത്, തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ പുറത്ത് നട്ടുന്ന ചീരയൊന്നും പിടിക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ ഇൻഡോറിൽ തന്നെയാണ് വളർത്തുന്നത്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന നല്ലൊരു സ്ഥലം നോക്കി വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചീര നട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. എന്നാൽ മണ്ണ് ഡ്രൈ ആയി പോകാനും പാടില്ല,
വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല. അതുപോലെ വേണം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര തണുപ്പുള്ള രാജ്യത്താണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ട ചീരയൊക്കെ നമ്മുടെ വിൻഡോ സൈഡിൽ വെച്ച് തന്നെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. 1-2 കറിക്കുള്ള ഉറപ്പായിട്ടും കിട്ടും. ഞാനിങ്ങനെ നട്ടു കൊടുത്തതിനാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചീര കിട്ടാറുണ്ട് കേട്ടോ. ഇങ്ങനെ നട്ടു കൊടുത്തതിന് ശേഷം നമ്മളിനി പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചാണകപ്പൊടിയിലും കമ്പോസ്റ്റിലും ഒക്കെ ഈ ചീര വളർന്നു കിട്ടുന്നതിനുള്ള വളങ്ങളുണ്ട്. നമ്മൾ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നമ്മുടെ ജനലിൻ്റെ സൈഡിലൊന്നും ആകാതിരിക്കുന്നതിനായിട്ട് ഒരു പടിയിലൊരു പാത്രം കൂടെ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ചീര വളർന്നു കിട്ടുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.